ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് എന്ന് പറയാൻ ഇതാദ്യത്തെ വീഡിയോ വെൽക്കം ബാക്ക് എന്ന് പറയാൻ ഇതാദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് വ്ലോഗുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നടക്കുമെന്നൊന്നും അറിയാൻ പാടില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇതിന് മുമ്പ് ഒരു 10 സെക്കൻഡിന്റെ ഒരു ഫുട്ടേജ് കണ്ടായിരിക്കും. അത് ഇന്നത്തെ അല്ല, അത് ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല. കാരണം നിങ്ങൾക്ക് എന്റെ മീശ കാണുമ്പോൾ അറിയാലോ, അത് ഇന്നത്തെ അല്ല. ആൾക്കാർ എന്റെ മീശ നോക്കിക്കൊണ്ടിരിക്കുന്നല്ല, അയാൾ പോകാതെ. അത് ശരി, കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് വീഡിയോസ് എല്ലാം ഇന്ന് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം മൈൻഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ പല്ലും തേച്ചങ്ങ് തുടങ്ങിയതാണ്. അല്ല, ചാർജൊക്കെ 98% ഉണ്ടായിരുന്നു. മൂടില്ല. അപ്പൊ ഈ മൂടില്ലാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളും നടപടിയാകത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് തൊട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് തൊട്ട് എന്റെ ലൈഫിൽ നടക്കുന്നതും എന്റെ പിള്ളേരുടെ ലൈഫിൽ നടക്കുന്ന പരിപാടികളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരും. ഇല്ല, എന്റെ ലൈഫിൽ കൂടിക്കോ, ഞാൻ കാണിക്കും. സമ്മതിക്കില്ലേ, കോപ്പിറൈറ്റ് അടിക്കുക. ഞാൻ കാണിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല. മിസ്റ്റർ ഗോകുൽ എസ് രാജ്, ഗോകുൽ എസ് രാജ് കണ്ണാടി വെച്ചിരിക്കുന്ന ആള്. സ്വന്തമായി ഒരുപാട് ബിസിനസ്സുകൾ. അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ ജിത്തു മൂത്താപ്പ വരുന്നുണ്ട്. ജിത്തു കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. ഞങ്ങള് അവനെ വീട്ടിൽ ചെന്ന് എടുക്കാന്ന് വരെ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ ബൈക്കായിട്ട് വന്നോളാന്ന് പറഞ്ഞു. ഞങ്ങളൊരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞാലും പോയി എടുക്കൊന്നുമില്ല. അതെ, അത് വേറെ കാര്യം. അപ്പോ ബാക്കി ഇനി തൊടുപുഴ ചെന്നിട്ട് കാണിക്കാം. ഇവന്റെ ഡാഡിക്ക് വണ്ടി അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോ പറന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. പറന്നൊന്നുമല്ല പോണേ, ടാറ്റ. പുതിയ ബുള്ളറ്റ് എന്നെ സാധനം, പുതിയൊരു സംഭവം ഇറക്കിയ അവര്. എന്നെ സാധനം എന്തോ ബുള്ളറ്റ് ക്ലാസിക് 350 ഗോവൻ എഡിഷനോ. ഗോവൻ എഡിഷൻ? ഗോവയില്ല, ഗോവയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലല്ല, നമുക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ സാധനം കൊള്ളാം. ഏകദേശം നമ്മൾ ആ വണ്ടി നമുക്ക് ഷോറൂമിൽ സ്റ്റോക്ക് ആയിട്ട് കിട്ടുന്നത് തന്നെ കുറച്ച് മോഡിഫൈ ചെയ്ത് വെച്ച പോലാണ് സാധനം ഇരിക്കുന്നത്. പക്ഷെ രൂപം കൊണ്ടൊക്കെ ഒരു മാറ്റം. ടയർ അല്ലെങ്കിൽ കുറച്ച് വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സോസിന്റെ സൗണ്ടിൽ കുറച്ച് മറ്റേ ജാവയുടെ മറ്റേ വണ്ടിന്ന് അറിയോ, പെറാക്ക്. അറിയാം. ഒറ്റ സീറ്റ് മാത്രമുള്ള. അറിയാടാ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് അത് പഴയൊരു വണ്ടിയല്ലേ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറെ നാളായതല്ലേ? അതെ, കൊറേ നാളായത്. ഒത്തിരി കുറെ നാളായിട്ടില്ല. അതൊന്ന് പറഞ്ഞ എത്ര നാളായി? ഒരു 5 വർഷമായോ? 5 വർഷമായി ആയി കാണില്ലേ? അതാ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അമൽ ജോസ്. അവൻ ഈ മറ്റേ ബുള്ളറ്റിന്റെ ഭയങ്കര ബുള്ളറ്റ് ഭ്രാന്തന. അപ്പൊ അവൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഈ പെരാക്ക് എന്നുള്ള പാട്ടല്ല, പേരെന്റെ മനസ്സിലുണ്ട്. നമ്മള് മറ്റേ കോളും നമ്മളത് ഒരു ബൊലേറോടെ മൂട്ടി വന്ന് നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ തട്ടകം, അതായത് തൊടുപുഴ. തൊടുപുഴയുള്ള ഒരു സ്ഥലമല്ലേ? ശരി. അപ്പൊ നമ്മൾ 24 മണിക്കൂർ ഈ തൊടുപുഴ കാണും. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ മാത്രമാണ് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാറ്. കഴിഞ്ഞ 2 ദിവസം അവിടെ ആയിരുന്നു. പിന്നെ തൊടുപുഴ ഞാൻ ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ട് ഞാൻ പറയാം. തൊടുപുഴ മാത്രം നിന്നാ പോരല്ലോ, നമുക്ക് നമ്മുടെ ദിനചര്യ കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടുകാരോട് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകണ്ടേ. സാധാരണ ആഴ്ചയിൽ ഒരു 4 ദിവസത്തോളം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഗ്യാപ്പ് വിടാറുള്ളൂ തൊടുപുഴയ്ക്ക് വരുന്ന കേസ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ ഇവിടെ കാണും. ഇപ്പൊ ഞാൻ കുറെ നാൾ കൂടിയിട്ടാണ് ഒരു 4 ദിവസമായിട്ട് ഞാൻ തൊടുപുഴയിലായിരുന്നു, ഇടുക്കിയിലായിരുന്നു. എന്റെ ജന്മനാട്ടിലായിരുന്നു ഞാൻ. കുറച്ച് പരിപാടികളും കുറച്ച് മാമോദീസ, കല്യാണം പരിപാടികള്. അങ്ങനെ പറഞ്ഞാൽ ഇന്നലെ ഇവിടെ വന്നായിരുന്നല്ലോ. ശരിയാണല്ലോ. അത് പിന്നെ ജസ്റ്റ് ഒന്ന് വന്ന് കാലുകുത്തി പോയല്ലോ ഉള്ളൂ. തൊടുപുഴയ്ക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതെല്ലാം കൂടെ ചെയ്തു തീർത്താലാണ് നമ്മുടെ തൊടുപുഴ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ താമസിക്കുന്ന വാഴക്കുളത്താണെങ്കിലും ഞാൻ ജീവിക്കുന്ന തൊടുപുഴയിലാണ്. തന്നെ ചെയ്യാൻ ദൈവന്മാരുടെ ഒക്കെ കൂടെ ഇനി ഒരുത്തനിപ്പോ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. അവനാണ് ഞാൻ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തോന്ന് ചുമ്മാ അങ്ങ് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, അവൻ പറഞ്ഞു അവൻ എന്താ പറയാൻ പോണെന്ന് ഞാൻ ഇപ്പോഴേ പറയാം. എടാ ജിത്തു, ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാട്ടാ. അവനെ ആദ്യം ഇങ്ങനെ നോക്കും. എന്നൊക്കെ ഇവന്മാര് പറയും. ഇവന്മാരുടെയൊക്കെ വിചാരം ഞാൻ ഭയങ്കര വാഴയാണ്. അല്ലടാ, തീർച്ചയായിട്ടും. ഡെയിലി വ്ളോഗ്സ് ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അത് പറ്റുമോന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് നോക്കാം. ഇതിന്റെ നമ്മൾ ആദ്യമായിട്ട് വ്ളോഗ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മുടെ ഇതായിട്ട് വ്ളോഗ് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാം. സംസാരിക്കാൻ നമുക്കൊരു മടിയില്ല, നമുക്ക് നാണെന്ന് പറയുന്ന സാധനമില്ല. പബ്ലിക്കായിട്ട് പോയി എന്ത് വൃത്തികേടുന്നല്ല, പരിപാടികൾ. അതെ, മാന്യമായ പരിപാടികൾ ഒരു നാണവും കൂടാതെ ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട്
വിഷയമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറെ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നൊക്കെയാണ്. നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറെ സംഭവങ്ങൾ നമ്മുടെ എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, നിങ്ങളെ കാണിക്കാം, നിങ്ങൾ പോര്, നമ്മുടെ കൂടെ പോര്. പിന്നെ ഗോകുലസ് രാജിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ബാക്കി നോക്കാം. പിന്നെ വണ്ടി നമ്മൾ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പരിപാടി. ഗോകുലിന്റെ ഡാഡിയുടെ ഫോണിൽ ചെറിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അതൊക്കെ വ്ലോഗ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ക്യാമറ ഓണാക്കി തന്നെ നിൽക്കണം. എപ്പം നല്ല നല്ല സാധനങ്ങൾ കിട്ടുമെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്കിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ഒരു കൊറിയർ അയക്കാനുണ്ട്. അത് എൻ്റെ കൊറിയറാണ്, ഒരു ആർട്ട് വർക്കാണ്. അപ്പം അതൊന്ന് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങാൻ പോവാം. പാക്ക് ചെയ്യാനായിട്ട് സാധനമെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാനുള്ള തെർമോക്കോൾ മറന്നുപോയി. അതെ, ഞാൻ. അപ്പം നമ്മൾ തെർമോക്കോൾ മേടിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവാം. ഇമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഞാനാണെങ്കിലും ഏറ്റവും കുറവ് കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നത് ഞാൻ. നമുക്ക് പിന്നെ നമ്മൾ ഫുള്ള് ലാഭിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. ലാഭിക്കും. തെർമാക്കാള് മാത്രം മതി. ആദ്യത്തെ കടയിൽ നമ്മൾ കയറി പട്ടിയായി. അടുത്ത കടയിലേക്ക് പോവാം. ഇതല്ലേ കിട്ടി, സാധനം കിട്ടി. പോയേക്കാം. വാവ്, പെട്ടികളുടെ കമനീയ ശേഖരം. ധാരാളം മതി, അതിലേതെല്ലാം മതി. നമ്മൾ വളരെ സേഫ് ആക്കി വേണം പാക്ക് ചെയ്ത് വിടാൻ. ഷാഡോ ആർട്ടിസ്റ്റിന്റെ പോളിസി ഏതാണ്? ഇതൊന്നും ചെയ്യണ്ടോ? അതിലൊന്നും ചെയ്യാൻ പോണില്ല. കാരണം എല്ലാം കൂടെ പറക്കും. പറഞ്ഞോട്ടെ, എന്തായാലും നീ എല്ലാം അടിച്ചു പറഞ്ഞേ. ടേപ്പ്, കത്രിക, QR കോഡ്, ലോഗോ. വേറെ എന്തൊരു സാധനങ്ങൾ ഉണ്ടാകാലോ. ചില്ലറൊക്കെ എന്തിനാണ്? ഒരു രൂപ കിടക്കട്ടെ. നീ എപ്പോഴും സെലോട്ട്, ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. സെലോ ടേപ്പ് പെട്ടെന്ന് എപ്പോഴും എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരു ഇങ്ങനൊരു സാധനം ഇട്ടേക്ക്. അതാ മീനത്തോട്ട് എടുക്കുമ്പോ ന്യൂട്ടൺ തന്നെ കേട്ടോ. ഫോർ മോർ ടിപ്സ് ആൻഡ് ട്രിക്സ്. കിട്ടത്തൊരു സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ്. നീ വീഡിയോ കണ്ടിന്യൂസ് വിടുവാണോ? ഇത് 3 മിനിറ്റ് വീഡിയോ ആയി. അല്ല, 300 ഗ്രാം വരുന്ന സാധനമാണ്. 2.5 കിലോ ആക്കി നമ്മൾ അയക്കാൻ പോണേ. ശബ്ദമില്ലാത്ത കാര്യമൊക്കെ പറയണം. അനുഭവം നോക്കി. ഇങ്ങനെ ഇരുന്നോളൂ. സാധനമൊക്കെ പാക്ക് ചെയ്തു. പക്ഷെ സൈഡിൽ ഗാർണിയറിന്റെ ലേബലൊക്കെയാണ്. വെറുതെ എന്തിനാ വിടുന്ന സാധനം ഗാർണിയറിന്റെ കമ്പനിയിലേക്ക് തിരിച്ചു പോകണം അല്ലേ? അതെ. നമ്മൾ കൊറിയറൊക്കെ പാക്ക് ചെയ്തു. കൊറിയറൊക്കെ പാക്ക് ചെയ്ത് പോവാൻ നിന്നപ്പോഴാണ് നമുക്കൊരു കോള് വരുന്നത്. ആരാ? മുഹമ്മദ് ലുക്കുമാൻ തൊടുപുഴ വന്നിറങ്ങിയിട്ടുണ്ട്. കണ്ട് ഇതാണ് മുഹമ്മദ് ലുക്കുമാൻ. വീണ്ടും തൊടുപുഴ കൂടെ പാസ് ചെയ്തോണ്ടിരുന്നപ്പോ അടുത്ത ആളെ കണ്ടു. ഇതാണ് ഇറങ്ങിക്കഴിഞ്ഞ പിള്ളേരെ കാണാൻ പറ്റും. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അക്ബർ. കാണിച്ചു തരാം, അക്കു എന്ന് വിളിക്കും. കാണിച്ചു തരാം. അക്കു പള്ളിയെ അതാണ് തീർത്ഥാടനം. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോവാം. ഒരുത്തം പറഞ്ഞു ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോവാം. അവസാനം കറങ്ങി എത്തിയത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ. ലോഗോ ഒക്കെ കൊടുത്ത് QR ഒക്കെ വെച്ച് അഡ്രസ്സൊക്കെ എഴുതി സാധനം സെറ്റ് ചെയ്തു. ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇതാ വീണ്ടും നമ്മൾ സുരേനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സുര എന്ന് വിളിക്കപ്പെടുന്നത് സുരഭി. എന്റെ പൊന്നെ, പരിപാടിക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഓരോരുത്തരെ കണ്ട് വണ്ടി ഇങ്ങനെ ചവിട്ടുന്നു നിർത്തുന്നു. ഇത് തന്നെ പരിപാടി. അപ്പാപ്പൻ വരുന്നുണ്ട്. അപ്പാപ്പനെ ഇടിച്ചിടണ്ട. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ആരും അറിയത്തുമില്ല. ഇതുകൊണ്ട് അപ്പാപ്പനെ ഇടിച്ച അപ്പാപ്പനൊന്നും പറ്റില്ല, നമുക്കേ പറ്റുള്ളൂ. അത് ശരിയാ. ഗാന്ധി സ്ക്വയർ. ഇങ്ങനെ നമ്മുടെ സ്ഥിരം സ്ഥലമായ വിനായകയിൽ എത്തിയിരിക്കുന്നു. അതെ, വിനായകയിലാണ് ഏറ്റവും ബെസ്റ്റ് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നത്. തൊടുപുഴയിലെ വൺ ഓഫ് ദ ടോപ്പ്.
ജിത്തുവിനെ കാണുവാനില്ല. ജിത്തു അവിടെ. ജിത്തു വന്ന് ഗൈസ്. മൂത്താപ്പം വരുന്നുണ്ട്. മൂത്താപ്പം എത്തി. ഹലോ, ജോയൽ ജോർജിന്റെ വ്ളോഗിലേക്ക് സ്വാഗതം. പായസം എടുക്കാൻ പോകുന്നത് ലുക്മാൻ വിളിച്ചു. ലുക്മാൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞപ്പോ കിഴക്കേറ്റം വഴി വന്നപ്പോ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പഴയൊരു കൂട്ടുകാരൻ അക്ബറിനെ കണ്ടു. എന്നിട്ട് തിരിച്ച് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കയറി തിരിച്ചിറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ സുരേനെ കണ്ടു. 3 പേരുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് ഒന്നും വന്നില്ല. എനിക്കറിയാവോ? അറിയാമെങ്കിൽ ഇപ്പൊ ചിരിച്ചാരെ കിട്ടി. ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയ വഴി പെരുത്ത മഴ. തൊട്ടടുത്ത് ഗാന്ധി സ്ക്വയർ തന്നെ വേറെ സ്ഥലത്തേക്ക് കയറി നിൽക്കുക. ജിത്തു പറഞ്ഞു ഈ തൊട്ടയൽവക്കത്തെ പഞ്ചായത്തിൽ മഴയില്ലായിരിക്കും, നമുക്ക് പയ്യൊന്ന് ഇറങ്ങി നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത പഞ്ചായത്തിൽ പെരുത്ത മഴ. മഴ പറഞ്ഞിട്ട് പോവാ വേണ്ടേ. ആ പാലത്തിന്റെ മേലെ കൂടെയാണ് നമ്മൾ അന്ന് വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് പ്രളയാസ്കി സമയത്ത് വെള്ളം പൊക്കോണ്ടിരുന്നത്. അത് തന്നെ. ഇതാണ് തൊടുക. പണ്ടത്തെ ബസ് സ്റ്റാൻഡ് ഇതായിരുന്നു ബസ് സ്റ്റാൻഡ് പഴയത്. പണ്ട് എനിക്കൊക്കെ ഓർമ്മയുള്ള തൊട്ട് അപ്പറയാ. അതിനൊക്കെ മുന്നേ ഇതായിരുന്നു ബസ് സ്റ്റാൻഡ്. പിന്നെ നമ്മുടെ ഒരു ഗുണമാണ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലാംഗ്വേജ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉപയോഗിക്കൂല. അത് അബദ്ധത്തിൽ പോലെ നമ്മുടെ വായിന്ന് വരാറില്ല. അടി വീഴും. അതെ, അടി തല വഴി വീഴും. അത് നമുക്കറിയാം. ചിലപ്പോൾ നേരെ വിട്ട് കാണുമായിരിക്കും. പീസ് ഫിറ്റ്നസ് സെന്ററിൽ ഏതോ ഒരു ചൈനക്കാരിയോ ജാപ്പനീസുകാരിയോ കണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിനെ വെച്ച് എന്തൊരു ഷൂട്ടുണ്ട്, നമുക്കും ഷൂട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. എല്ലാം കൂടെ പൊട്ടിയത്. നീ താഴെ നിന്നിട്ടാണോ മോനെ നീ വിളിച്ച്? അത് ശരി. ഷൂട്ട് കഴിഞ്ഞു, എല്ലാം തീർത്തുണ്ട്. ജിത്തു നിനക്ക് അവളെ വല്ലാണ്ട് പിടിച്ചു പോയെന്ന് തോന്നുന്നു. അതെ, വല്ലാണ്ട് പോയി വീട്ടിൽ സേവ് റേറ്റ് പോലെ ഉണ്ടായിരുന്നു. ഇവനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കണ്ടായിരുന്നു. നിനക്ക് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നിയായിരുന്നു. അവിടെ പിടിച്ച് വലിച്ചു അവള് ഒന്നാതെ പുള്ളിക്കാരാണെങ്കിൽ ചത്ത് ചീനും അവളെന്തോ അവിടെ എന്തോ വിളിച്ചതൊക്കെ തോന്നും. അതെ, ഇല്ലാന്ന് തോന്നുന്നു. വിളിക്കേണ്ടതായിരുന്നു. വിളിച്ചാണ് വിളിക്കാൻ തോന്നണമെന്നോ വിളിച്ചിട്ടുണ്ട്. അഘോര വിദൂരമായ ഷൂട്ടിന് ശേഷം പിങ്കിയുടെ വീട്ടിൽ വന്ന് പുട്ടും പഴവും കയറ്റുന്ന 3 പേർ. എത്ര ഓർഡറാ? 1.5. എവിടെ പറഞ്ഞത് എടാ എനിക്ക് മതി. ഞാൻ നോർമലി ഇത്ര കഴിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. ഈ പാത്രത്തിൽ ഒത്തിരി കഴിക്കാൻ പാടാ. അങ്ങനെ എപ്പോഴും ശീലിച്ചാൽ ശരിയാവില്ല കേട്ടോ. ടെക്നിക്ക് തന്നെ. അതിന് കഴിക്കട്ടെ.